ഹലോ നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാത്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ്. നമ്മുടെ മാത്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം ഈ വട്ടത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ വട്ടത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 10 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതുകൊണ്ട് വീഡിയോ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞ ശേഷം നിങ്ങൾ എന്തോ ചെയ്യുക, ക്വസ്റ്റ്യൻ പൗസ് ചെയ്യുക, വീഡിയോ പൗസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഉത്തരം കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ ആ ഉത്തരം ശരിയാണോ അല്ലയോ നോക്കുക. മറ്റേത് സൈക്കോളജിയൊക്കെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചെയ്യുന്നത് പോലെ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് തരാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മാത്സ് ആണ്. മാത്സ് ഓരോരുത്തർക്കും ഉത്തരം ചെയ്യാൻ ഓരോ സമയമാണ് എടുക്കുന്നത്. ചിലവർ ചിലപ്പം 10 സെക്കൻഡ് മതിയായിരിക്കും, ചിലവർക്ക് അതിൽ കൂടുതൽ സമയം എടുക്കാം. അതുകൊണ്ട് ദയവായി ക്ഷമിക്കുക. ഒന്നാമത്തത് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ വീഡിയോ പൗസ് ചെയ്യുക. ശേഷം നിങ്ങൾ ഉത്തരം ചെയ്ത ശേഷം അത് ശരിയാണോ എന്ന് നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 1 ഏതാണ്? 2, 4, 8, 10, 20. അടുത്ത സംഖ്യ എന്നുള്ളതാണ്. നോക്കിയോ, പെട്ടെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, ഉത്തരം പറയുകയാണ്. ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ആണ്. ഓപ്ഷൻ ബി 22 ഉത്തരം. ഓപ്ഷൻ ബി 22 ഉത്തരം. എങ്ങനെ വന്നെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. 2, 4, 8, 10, 20 എന്നാണ്. ഓക്കെ, അപ്പം 2, 4, 8 ഇതുവരെ നിങ്ങൾക്ക് ഇരട്ടിയും തോന്നും. പക്ഷെ അപ്പം 10 എങ്ങനെ വന്നു? അപ്പം 20 എങ്ങനെ വന്നു? 10ൻ്റെ ഇരട്ടി 20, അതും ഓക്കെ. അപ്പോൾ 8ഉം 10 തമ്മിലുള്ള ബന്ധമുണ്ട്. ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ വരുന്നവർക്ക് 2ൻ്റെ കൂടെ 2 ഒന്ന് കൂട്ടി നോക്ക്. അപ്പോൾ എന്തോ കിട്ടി? 4 കിട്ടി. 4ൻ്റെ ഇരട്ടി എടുത്ത് നോക്ക്, ഇൻറ്റു 2, അപ്പോൾ 8 കിട്ടി. ഓക്കെ, ഇനി ഇതേപോലെ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യും. 8ൻ്റെ കൂടെ 2 കൂട്ടി നോക്ക്, അപ്പം 10 കിട്ടി. 10ൻ്റെ ഇരട്ടി എടുത്ത് നോക്ക്, അപ്പം 20 കിട്ടി. അങ്ങനെ ആണെങ്കിൽ ഇനി അടുത്ത റിപ്പീറ്റ് എന്തായിരിക്കും? അതിൻ്റെ കൂടെ 2 കൂട്ടണം. മനസ്സിലായോ? +2 × 2 +2 × 2 +2 × 2 ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ശ്രേണിയാണ് ഇത്. അതുകൊണ്ട് ഉത്തരം ബി 22 ഉത്തരം. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ചോദ്യം. പൗസ് ചെയ്യുക, ശേഷം ഉത്തരം ചെയ്ത് നോക്കുക. ഇതാണ് 2. ഓക്കെ, 2ൻ്റെ ഉത്തരമാണ് ചെയ്യാൻ പോകുന്നത്. റാണി 150 രൂപയ്ക്ക് ഒരു പുസ്തകം വാങ്ങി. എത്ര? 198 രൂപയ്ക്ക്. അത് കാണാൻ ഒക്കുന്നില്ലല്ലേ? ഓക്കെ, 198 രൂപയ്ക്ക് വിറ്റു. ലാഭശതമാനം എത്ര? ഓക്കെ, അത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും കൂടി ഞാൻ നിർത്തി തരുന്നു. ഈ സമയം ഒരു വട്ടവും കൂടി നിർത്തി ഒന്നും കൂടി നോക്ക്, കിട്ടിയോന്ന്. ഓക്കെ, ഇത്ര സമയം മതിയാകും. നിങ്ങൾ പോസ് ചെയ്തിട്ടാണ് നോക്കുന്നത്, അതുകൊണ്ട് തന്നെ വലിയ സമയം തരുന്നില്ല. അപ്പം ഉത്തരം പറയുകയാണേടാ. ഉത്തരം എ ആണ്. എ. അപ്പം എ എങ്ങനെ വന്നെന്ന് നോക്കാം. എ എങ്ങനെ വന്നേ? അപ്പം പുസ്തകത്തിൻ്റെ വാങ്ങിയ വില എത്ര? വാങ്ങിയ വില എത്രയാണ്? വാങ്ങിയ വില 180 രൂപ. ഓക്കെ, വിറ്റ വില 198 രൂപ. അപ്പം ലാഭം എന്ന് പറഞ്ഞാൽ എന്തോ? വിറ്റയിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കുമ്പോൾ ലാഭം. 198 നിന്ന് 180 രൂപ കുറച്ചാൽ ലാഭം 18 രൂപ. ഓക്കെ, അപ്പം വാങ്ങിയ വില തന്നിട്ടുണ്ട്, ഏതാണ് ലാഭവും തന്നിട്ടുണ്ടെങ്കിൽ ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ? ലാഭശതമാനം = ഏതാണ്? ലാഭം ബൈ വാങ്ങിയ വില × 100. ലാഭം ബൈ വാങ്ങിയ വില എന്നാണ് ഇത്. വാങ്ങിയ വില × 100. ഓക്കെ, അത് നമുക്ക് നോക്കാം. ലാഭം എത്രയാണ്? 18. വാങ്ങിയ വില 180. ലാഭം × 100. ഒരു 0 ഇവിടിട്ട് വെട്ടാം. 18-നകത്ത് 18 എത്ര വട്ടം അടങ്ങും? 1 വട്ടം. അപ്പോൾ 1 × 10. ഉത്തരം എത്രയാണ്? 10. ഓക്കെ, കൃത്യമായി എന്ന് കരുതുന്നു.
ഓക്കെ ആയില്ലേ? മൂന്നാമത്തെ ചോദ്യമാണ് എടാ 3. താണ്ടെ മൂന്നാമത്തെ ചോദ്യം 3. ഓക്കെ, പൗസ് ചെയ്യുക, ചെയ്ത് നോക്കുക, ഉത്തരം പറയാൻ പോവുകയാണ്. അപ്പം -1⁻121 ഇൻറ്റു √576 ഉത്തരം എത്രയാണെന്നാണ് ചോദ്യം. ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ ഒറ്റ കാര്യം പറയുന്നു. -1ൻ്റെ കൂടെ റേസ് ടു ആയി ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഓഡ് നമ്പറായിട്ടുള്ള 1, 3, 5, 7 എക്സെട്ര അങ്ങനെ ഏതൊറ്റ സംഖ്യ വന്നാലും അതിൻ്റെ വാല്യൂ -1 ആയിരിക്കും. ഇനി ഒറ്റ സംഖ്യയല്ല, ഇരട്ട സംഖ്യയാണ് തരുന്നത്, ഈവൻ നമ്പറാണ് തരുന്നത്. ഈവൻ നമ്പറായിട്ടുള്ള 2, 4, 6, 8 എക്സെട്ര എത്ര ഇരട്ട സംഖ്യകൾ തന്നാലും എത്ര ഈവൻ നമ്പർ തന്നാലും അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അല്ലെങ്കിൽ +1 എന്ന് പറയാൻ വേണ്ട. പ്ലസ് നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന 1ൽ പ്ലസ് ഉപയോഗിക്കാറില്ലല്ലോ, അതുകൊണ്ട് 1 ആയിരിക്കും. ഓക്കെ, ഇനി നോക്കുക. അപ്പം ഉത്തരം ഏതാണ്? 121 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്, അതുകൊണ്ട്. അപ്പം -1 ഇൻറ്റു √576. √576 എത്ര? ഇതിനകത്ത് നമുക്ക് ഈ ചോദ്യം വെച്ച് കണ്ടുപിടിക്കാൻ ഒരു പാടില്ല. കാരണം റൂട്ട് വരുന്ന 2 സംഖ്യകളല്ലേ ഉള്ളൂ. ഒന്ന് ഏതാണ്? 24, മറ്റൊന്ന് 26. പിന്നെ അതിൻ്റെ തന്നെ മൈനസ് ഫോമുകളാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 24നെ കൊണ്ടങ്ങ് ഗുണിച്ച് നോക്കിയാൽ മതി. 24ൻ്റെ സ്ക്വയറാണ് ഏത്? 576. അത് അറിയാവുന്നവർക്ക് അത് കൃത്യമായിട്ട് അറിയാം. ഇല്ലെങ്കിൽ 24 × 24 അങ്ങ് ചെയ്ത് നോക്കിയാൽ മതി. ഈ 576 കിട്ടുന്നോ നോക്കിയാൽ മതി. അപ്പം എത്രയാണ്? -1 ഇൻറ്റു 24. ഒരു സംഖ്യയെ ഒരു പ്ലസ് സംഖ്യ മൈനസ് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മൈനസിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. -24 ഉത്തരം സി. ഓക്കെ, അടുത്ത ചോദ്യം 4ാമത്തെ ചോദ്യമാണ്. 4ാമത്തെ ചോദ്യം എന്താണ്ട്? 4ാമത്തെ ചോദ്യം എന്താണ്? പറയത്തക്ക വലിയ കാര്യമൊന്നുമില്ല. ബോർഡ് മാസമാണ്. ബോർഡ് മാസിനകത്ത് എന്താണ്? ഒരു സംഖ്യകൾക്ക് പകരം ABCD വാല്യൂ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ആ വാല്യൂ ഇട്ട് കൊടുത്തങ്ങ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, അതങ്ങ് ചെയ്ത് നോക്കിയോ. 12 × 8 + 16 - 36/6 എന്ന് കിട്ടും. ഇത് മാറ്റിയിടുമ്പോൾ അത് ബോർഡ് മാസ പ്രകാരം ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ഉത്തരം എത്ര കിട്ടും? 106. 106. ബോർഡ് മാസം എന്ന് പറയുമ്പോൾ എന്തുവാ? ബ്രാക്കറ്റ് BODMAS ആണ്. MASസും കൂടി ഉണ്ട്. അപ്പം ബോർഡിൻ്റെ B4 ബ്രാക്കറ്റ് ഓപ്പണ്, D ഏതാണ്? ഭാഗമാണ്, M എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഗുണനമാണ്, A എന്ന് പറയുന്നത് കൂട്ടൽ, S എന്ന് പറയുന്നത് കുറയ്ക്കലാണ്. ഓക്കെ, അതിനകത്ത് നിങ്ങളത് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഉത്തരം എത്ര കിട്ടും? 106 കിട്ടും. അപ്പോൾ 4ൻ്റെ ഉത്തരം എന്താണ്? D ആണ്. അടുത്ത 5ാമത്തെ ചോദ്യമാണ്. 5ാമത്തെ ചോദ്യം ഒരു കോഡ് ഭാഷയിൽ വായിച്ച് നോക്കുക. ഏകദേശം പോസ് ചെയ്ത് ഉത്തരം പറയുക. ഓക്കെ, ഞാൻ വായിക്കുകയാണ്. ഒരു കോഡ് ഭാഷയിൽ ചൈൽഡ് എന്ന വാക്കിന് 36 എന്നെഴുതിയാൽ മദർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ഓക്കെ, കോഡ് ഭാഷയിൽ ചൈൽഡ് എന്ന അത് എത്രയാണ്? 36 ആണല്ലേ കൊടുത്തത്. ചൈൽഡിന് 36 ആണെങ്കിൽ നമ്മളുടെ ഓരോ ആൽഫബറ്റ് അനുസരിച്ച് ആ വാല്യൂ ഇട്ട് കൊടുക്കുക. സിക്ക് എത്രയാണ്? 3, എച്ചിന് എത്രയാണ്? 8, I 9, L 12, D 4. അപ്പം 12, 20, 29, 33, 36. ഓക്കെ, അപ്പോൾ 36 വാല്യൂ. അപ്പോൾ ഇതേപോലെ മദറിന് അങ്ങ് വാല്യൂ ഇട്ട് കൊടുത്താൽ പോരെ. M ആൽഫബറ്റ് അനുസരിച്ച് വരുവാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്ത് വരും? എമ്മിൻ്റെ വാല്യൂ 13 വരും. O 15 വരും.
ടി 20 വരും. എച്ച് എത്രയാണ്? 8 വരും. പിന്നെ ഇ 5 വരും. ആർ 18 വരും. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കെ. എത്ര കിട്ടും? 79 അല്ലേ? 79 കിട്ടും വാല്യൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഉത്തരം ഏതാണ്? ഉത്തരം സി. ഓക്കെ, അപ്പം 5ാമത്തെ ചോദ്യമാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കടുത്ത 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 6ാമത്തെ ചോദ്യം. ഒരു മാസത്തിലെ മൂന്നാമത്തെ ദിവസം ഞായറാഴ്ചയ്ക്ക് 2 ദിവസം മുൻപായിരുന്നെങ്കിൽ ആ മാസത്തിലെ 26ാം ദിവസം ഏത് ദിവസമായിരിക്കും? ഓക്കെ, ഞാൻ എന്തായാലും ഉത്തരം പറയുകയാണേ. അപ്പം നിങ്ങൾക്ക് തെറ്റാവുന്ന ഒരു ചോദ്യമാണിത്. ഒരു മാസത്തിലെ മൂന്നാമത്തെ ദിവസം ഏതാണ്? ഞായറാഴ്ച, സൺഡേക്ക് 2 ദിവസം മുമ്പ്. അപ്പോൾ സൺഡേന്ന് ഒരു ദിവസം കുറച്ച് കഴിഞ്ഞാൽ ശനി, മറ്റൊരു ദിവസം കൂടി 2 ദിവസം കുറച്ച് കഴിഞ്ഞാൽ വെള്ളി, ഫ്രൈഡേ. അപ്പം മൂന്നാമത്തെ ദിവസം ഏതാ? ഫ്രൈഡേയാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 26ാമത്തെ ദിവസം 3 വെള്ളി. അപ്പം 7 വെച്ച് കൂട്ടിപ്പോവും. 10 വെള്ളി, 17 വെള്ളി, 24 വെള്ളി, 25 ശനി. അപ്പോൾ 26 ഏതാ? 26 ഞായറായിരിക്കും. 26 ഞായറായിരിക്കും. കിട്ടിയത് വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ആ ചോദ്യത്തിനകത്ത് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ ഒരു ചെറിയ ദിവസത്തിൻ്റെ ഒരു കറക്ക് കിടപ്പുണ്ട്. മൂന്നാമത്തെ ദിവസം ഞായറാഴ്ച എന്നല്ല, ഞായറാഴ്ചയ്ക്ക് 2 ദിവസം മുമ്പ് വെള്ളി. അപ്പം 3ാം ദിവസം വെള്ളിന്നാണ്. അത് വെച്ച് വേണം എടുത്തെടുത്ത് പോകാൻ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഞായറാഴ്ച എടുക്കാം, ഡയറക്റ്റ് ഞായറാഴ്ച എടുക്കുമ്പോൾ എങ്ങനെ? അതായത് 3ാമത്തെ ദിവസത്തിന് 2 ദിവസം മുമ്പ് ഞായർ, അതായത് 3ാമത്തെ ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് ഞായർ. അപ്പം 3 + 2 5, 5ാമത്തെ ദിവസം ഞായർ എന്നെടുത്തിട്ട് പിന്നെയും കൂട്ടി പോകണം. അപ്പം നിങ്ങൾക്ക് എത്ര കിട്ടും? കൃത്യം 26ാം തീയതി തന്നെ നിങ്ങൾക്ക് ഞായർ കിട്ടും. ഓക്കെ, അങ്ങനെ 6ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി അടുത്ത 7ാമത്തെ ചോദ്യമാണ്. 7 ഇതാണ്ട് ഇത് മാത്രമാണ്. ഓക്കെ, 7⁻348 ആണെങ്കിൽ 8⁻ എത്ര? ഇറക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വർക്കൗട്ട് ചെയ്തവർക്ക് ഇത് കിട്ടും. നോർമലി നമ്മളെ പോലുള്ള നോർമൽ അത്താപ്പട്ട നോക്കി പോകുന്ന ടീംസിന് പണി കിട്ടുന്ന സാധനമാണ്. അതായത് 7ൻ്റെ ക്യൂബ് + 5 അതാണ് 348. അതായത് 7ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 343. കൂടെ 5 കൂട്ടിയാണ് 348 എന്ന വാല്യൂവിലേക്ക് വരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി 8ൻ്റെ വാല്യൂവിൻ്റെ കൂടെ 8ൻ്റെ ക്യൂബിൻ്റെ കൂടെ 5 കൂട്ടണം. 8ൻ്റെ ക്യൂബ് എത്ര? 8ൻ്റെ സ്ക്വയർ 64, ക്യൂബ് ആകുമ്പോൾ 512. അപ്പോൾ 512ൻ്റെ കൂടെ 5 കൂട്ടുകയാണെങ്കിൽ 517. 517 എന്ന് പറഞ്ഞ ഉത്തരം ഉണ്ടോ അതിനകത്ത്? ഉണ്ട്. 517. മനസ്സിലാവാത്തവർക്ക് വേണ്ടി വീണ്ടും പറയുന്നു. അതായത് ആദ്യം 7ൻ്റെ ക്യൂബിൻ്റെ കൂടെ 5 കൂട്ടുന്നതാണ് ഏത്? നമുക്ക് കിട്ടിയ 348 എന്ന ഉത്തരം. ഇനി അടുത്ത എന്തോ ചെയ്യണം? 8ൻ്റെ ക്യൂബ് എടുക്കണം. 8ൻ്റെ ക്യൂബായ 512ൻ്റെ കൂടെ 5 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? 517 ഉത്തരം കിട്ടും. പണി തരുന്ന സാധനമാണ്. അതങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സാധനം നമുക്ക് പണി തരാൻ വേണ്ടി വരും. അങ്ങനെയുള്ള ചോദ്യമാണ്. ഓക്കെ, അടുത്തത് 8ാമത്തെ ചോദ്യമാണ്. നോക്കിയേ, പോസ് ചെയ്യുക, വായിച്ചു നോക്കുക, ഉത്തരം കണ്ടെത്തുക, ശേഷം പോസ് മാറ്റുക. അപ്പോഴത്തേക്കും ഞാൻ ഉത്തരം പറയട്ടെ. ഒരു ക്ലോക്കിലെ സമയം 4:40 മണിയാണ്. ഒരു കണ്ണാടിയിൽ പ്രതിബിംബം കാണിക്കുന്ന സമയം എന്ത്? വർഷങ്ങളായിട്ട് കണ്ണാടിയുടെ പ്രതിബിംബം പഠിക്കുന്ന എല്ലാവർക്കും, PSC ആയാലും അല്ലാതെയുള്ള എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. 12 മണിയിൽ നിന്ന് കുറയ്ക്കുക. ഇപ്പോൾ ഈ 4:40 12 നിന്ന് കുറയ്ക്കാൻ പാടായതുകൊണ്ട് 11:60 അതാണല്ലോ 12 മണി. അപ്പം 11:60 നമുക്ക് കുറയ്ക്കുക. 11:60 - 4:40 ഉത്തരം എത്ര കിട്ടും? 20. പിന്നെ 11 നിന്ന് 4 കുറച്ചാൽ എത്ര കിട്ടും? 7. അത്രയേ ഉള്ളൂ.
7:20 ഉത്തരം. അതാണ്ട് 7:20 അതാണ്ട് കിടക്കുന്നത് 7:20 ഉത്തരം. അടുത്ത 9ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം നോക്കിയോ. 9ാമത്തെ ചോദ്യം, പ്രോജക്റ്റ് രീതിയുടെ സവിശേഷത ഏത്? പഠിതാക്കളിൽ മത്സര മനോഭാവം വളർത്തുന്നു, പഠിതാക്കളിൽ ഗവേഷണ മനോഭാവം വളർത്തുന്നു, ഗണിത ക്രിയകൾ വേഗത്തിൽ ചെയ്യുന്നു, പഠിതാക്കളിൽ ഓർമ്മശക്തി വളർത്തുന്നു. ഓക്കെ, ഒരു പെഡഗോജി ചോദ്യമാണ്. ഓക്കെ, ഇത്രയും സമയം മതി കേട്ടോ, ഇത്രയും സമയം മതി. അപ്പം 8ാമത്തെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പഠിതാക്കളിൽ ഗവേഷണ മനോഭാവം വളർത്തുന്നു എന്നുള്ളതാണ്. പ്രോജക്റ്റ് രീതി മത്സരം വളർത്തത്തില്ല, ഗണിതക്രിയയിൽ വേഗത്തിൽ ചെയ്യാൻ നമ്മൾ പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല, ഓർമ്മശക്തി വളർത്തില്ല. ഏതാണ്? ഗവേഷണ മനോഭാവം വളർത്തുന്നു. ഓക്കെ, ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണ് 10ാമത്തെ ചോദ്യം. അതും ഒരു പെഡഗോജി ചോദ്യമാണ്. ഓക്കെ, ഒരു കുട്ടി 1/2 + 1/3 = 2/5 എന്നെഴുതി. ഈ തെറ്റ് പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? എ, ടീച്ചർ ശരി ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. ബി, കൂടുതൽ പ്രശ്നങ്ങൾ അസൈൻമെൻറ്റായി നൽകുന്നു. സി, തെറ്റ് തിരുത്താനായി രക്ഷിതാവിനെ അറിയിക്കുന്നു. ഡി, തെറ്റ് തിരിച്ചറിയാനുള്ള അവസരം നൽകുന്നു. വളരെ ലളിതമായിട്ടുള്ള ഉത്തരമാണ്. ഓക്കെ, ഇത്രയും സമയമൊക്കെ മതി ഇതിന്, പെഡഗോജിയല്ലേ. ഏതാണ്? തെറ്റ് തിരുത്താൻ ഉള്ള അവസരം നൽകുന്നു, തെറ്റ് തിരിച്ചറിയാനുള്ള അവസരം നൽകുന്നു എന്നുള്ളതാണ്. ഓക്കെ, കേറ്ററ്റിനെ പ്രിപ്പയർ ചെയ്യുന്നവരിലേക്ക് ഇത് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായി കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. ഓക്കെ, താങ്ക് യു.